ഈ യേശുക്രിസ്തുവിനെ കൂടാതെ മരിച്ചാൽ എന്നാ കുഴപ്പമുണ്ട് പ്രിയപ്പെട്ടവരെ. കാരണം നമ്മളെല്ലാവരും മരിക്കുമല്ലോ, പിന്നെ അത് സംബന്ധിച്ചു കഴിഞ്ഞു. ഈ മരിച്ചതിന് ശേഷം എന്താണ് നിങ്ങൾക്ക് ഇതേവരെ ബോധ്യം കിട്ടിയിട്ടില്ല പ്രിയപ്പെട്ടവരെ. മരിച്ചതിന് ശേഷം സംഭവിക്കുന്ന കാര്യം ഞങ്ങൾ പറയാം. അത് ദൈവത്തിന്റെ ആത്മാവ് വന്നതുകൊണ്ടും ആ വചനത്തിന്റെ അറിവുള്ളതും കൊണ്ടും ഞങ്ങൾ പറയുന്നു, മരിച്ചവരെല്ലാവരും നാളെ ഉയർത്തെഴുന്നേൽക്കുക. ഇതൊരു വലിയ അത്ഭുതമല്ലയോ? അതേ അത്ഭുതം തന്നെ. നമ്മളെല്ലാവരും മരിച്ചവരെല്ലാവരും എന്ന് വെച്ചാൽ ഇന്നേവരെ ഭൂമിയിൽ ജനിക്കുകയും മരിക്കുകയും ചെയ്തവരെല്ലാവരും ഒരു ദിവസം എന്ന് വെച്ചാൽ ലോകം അവസാനിക്കുന്ന ദിവസം അങ്ങനെ സംഭവിക്കുമോ? തീർച്ചയായിട്ടും സംഭവിക്കും. കാരണം എന്താണ്? ഒരു നാൾ ഈ ആകാശവും ഭൂമിയും ഇവിടെ ഉണ്ടായിരുന്നില്ല. പ്രിയപ്പെട്ട, നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ ഇതിനെ ആരാ സൃഷ്ടിച്ചതെന്ന്? ഒരു നല്ല വീട് കണ്ടാൽ നമ്മൾ അന്വേഷിക്കും ഇത് ആരാണ് സൃഷ്ടിച്ചത്. എന്നാൽ ഈ ആകാശവും ഭൂമിയും ഒരു നാൾ ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നും ദൈവം തന്റെ വചനത്താൽ വാക്കിനാൽ ഉണ്ടായി വരട്ടെ എന്ന് കൽപ്പിച്ച മാത്രം ഉണ്ടായി വന്ന ഈ ആകാശത്തിന്റെയും ഭൂമിയുടെയും അപ്പുറം ഇതിനെ സൃഷ്ടിച്ചവനായിരിക്കുന്ന സത്യദൈവത്തെ ഞങ്ങൾ ഘോഷിക്കുമ്പോൾ മരണമുള്ള എല്ലാവരും അല്പനേരം ഒന്ന് കേട്ടുകൊള്ളും. പ്രിയപ്പെട്ട, മക്കളെ സ്നേഹിക്കുന്ന അപ്പന്മാർ ഇതിനെ തള്ളിക്കളയല്ലേ, ശാന്തതയോടെ കേട്ടുകൊള്ളും. നിങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ സുവിശേഷം അറിയിപ്പാൻ കഴിയത്തുള്ളൂ. കാരണം ഞങ്ങൾ അറിയുന്ന സത്യത്തിലേക്ക് നിങ്ങൾ വന്നിട്ടില്ല എങ്കിൽ നോക്ക്, പിന്നെ ഈ റോഡ് ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. നിങ്ങൾ ഒരുത്തൻ നാളെ പ്രഭാതത്തിൽ എഴുന്നേറ്റ് വരുമ്പോൾ ഇതാ റോഡ് നെടുവെ പിളർന്നിരിക്കുന്നു. എതിരെ വരുന്ന വാഹനങ്ങൾക്ക് ആ പിളർപ്പ് കാണുവാൻ കഴിയത്തില്ല. അവനകത്ത് വീണ് ചാകും എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ഒരു പരിചയവും ഇല്ലെങ്കിലും വഴിയിൽ വരുന്ന ഒരു ബോർഡ് വെക്കും, ഇതാ റോഡ് അപകടത്തിലാണ്, ആരും ഇതുവഴി പോകില്ല. അല്ലെങ്കിൽ നിങ്ങൾ റോഡിൽ ഇറങ്ങി നിന്ന് എങ്ങോന്നൊക്കെ വരുന്ന മനുഷ്യരോട് പറയും, ഇതുവഴി പോകാൻ പാടില്ല, ഇതുവഴി പോയാൽ നിങ്ങൾ നശിച്ചു പോകും, നിങ്ങൾ ആ കുഴിയിൽ വീഴുന്നത് കൊണ്ട് നിങ്ങൾ എന്താണ് കൺവേർട്ട് ചെയ്ത് വിടും, വഴി തിരിച്ചു വിടും. അതെന്താണ്? ആ മനുഷ്യനോടുള്ള സ്നേഹമാണ്. എന്താണ്? മനുഷ്യന്റെ ജീവൻ നശിച്ചു പോകാതിരിക്കാൻ നിങ്ങൾ ആശിക്കുന്നുവെങ്കിൽ പ്രിയപ്പെട്ട, ഞങ്ങൾ അറിയിക്കുന്നത് അതിനേക്കാളും എന്താണ് ഉന്നതമായിരിക്കുന്ന ഒരു കാര്യമാണ്. കാരണം മരിച്ചതിന് ശേഷം നമ്മുടെ മുമ്പിൽ നരകം വാവുളർന്നു നിൽക്കുന്നു, നിത്യമായിരിക്കുന്ന ഒരു അഗ്നി നമ്മളെ കാത്തിരിക്കുന്നു. ആ തീയിലേക്ക് നിങ്ങൾ വീഴാതിരിക്കേണ്ടതിന് ഞങ്ങൾ ഒരു മുന്നറിയിപ്പ് തരികയാണ്. ഇപ്പോൾ നീ പോകുന്ന വഴിയിൽ പോയി കഴിഞ്ഞാൽ നീ മരിച്ചതിന് ശേഷം നിന്റെ ആത്മീയ ശരീരം നിത്യമായിരിക്കുന്ന നരകാഗ്നിയിലേക്ക് വീഴും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുള്ളത് കൊണ്ട് നിങ്ങളുടെ സ്നേഹത്തെ പറയുന്നു, ആ വഴി പോകില്ല. ഇതാ ഒന്ന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവനെന്നാണ് സുവിശേഷത്തിന്റെ കാര്യം. അപ്പോൾ നോക്ക്, പിന്നെ ഈ ഭൂമിയിൽ നമ്മളെല്ലാവരും ദുഃഖസാഗരത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത്. എല്ലായിടത്തും കണ്ണുനീരും നെൽവലിയുമേ ഉള്ളൂ. സ്വന്തം കുടുംബത്തിനും അതൊക്കെയുള്ളൂ. വ്യക്തിപരമായിരിക്കുന്ന ജീവിതത്തിനും പ്രിയപ്പെട്ട കണ്ണുനീരല്ലാതെ എന്താ നമുക്കുള്ളത്? നമ്മൾ പുറമെയൊക്കെ കാണുന്ന കൂട്ടുകാരുടെ കൂടെ കുടുംബം എന്തോ ഉന്നത പോകാൻ ഞങ്ങൾ അങ്ങനെയൊക്കെ ജീവിച്ചവരാം. പക്ഷേ ഒറ്റയ്ക്കൊറ്റയ്ക്ക് വീട്ടിലായിരിക്കുമ്പോഴോ ഏകാന്തമായിരിക്കുന്ന വഴിയിൽ കൂടി ഏകനായിട്ട് നടന്നു പോകുമ്പോഴോ ഹൃദയം തേഞ്ഞില്ലേ പ്രിയപ്പെട്ടവരെ? എന്തുമാത്രം ഭാരങ്ങളാണ് നിങ്ങൾ ചുമക്കുന്നത്. നാളെ പറ്റിയുള്ള ഭാരങ്ങൾ, കടബാധ്യതകൾ, മക്കളെ ചൊല്ലിയുള്ള നിലവിളികൾ, കുടുംബ തകർച്ചകൾ, കഴിഞ്ഞ കാലങ്ങൾ ചെയ്ത തെറ്റുകളെ പറ്റിയുള്ള കുറ്റബോധവും അനവധിയായിരിക്കുന്ന വിഷമസന്ധ്യയിൽ കൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഇത്രമാത്രം കഠിന പ്രയത്നം ചെയ്തിട്ട് കടത്തിന്റെ എണ്ണം പെരുകുന്നല്ലാതെ നിങ്ങൾക്കൊരു സ്വസ്ഥതയും കിട്ടുന്നില്ല. പുറമെ ചിരിക്കുന്ന ഒരു മുഖമല്ല നിന്റെ യഥാർത്ഥമായിരിക്കുന്ന അനുഭവം. അതുകൊണ്ട് നിങ്ങളെപ്പറ്റിയെല്ലാം ഞങ്ങൾക്കറിയാം.